രജു ഖുറേഷി അബ്രം ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ദി ഇലുമിനാറ്റി. മിസ്റ്റർ ഗോവർദ്ധൻ, എനിക്കറിയേണ്ടത് ഇലുമിനാറ്റിയെ കുറിച്ചോ മൊഗംബോയെ കുറിച്ചൊന്നുമല്ല, സ്റ്റീഫൻ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, എമ്പുരാൻ കാണാൻ പോയപ്പം ആൾക്കാർ എന്തൊക്കെ റിവ്യൂ പറഞ്ഞാലും ഒരു ലാലേട്ടൻ ഫാൻ, എനിക്ക് ഈ ഒരൊറ്റ സീൻ മതിയായിരുന്നു തിയേറ്ററിൽ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ലൈക്ക് പൃഥ്വിരാജ് പടം ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു മോഹൻലാൽ മുണ്ടെടുത്ത് വരുന്നു, മടക്കി വരുന്നു, അടി ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു ഫിലിം അല്ല ഇതെന്ന് ഓൾറെഡി പുള്ളി പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു മോഹൻലാൽ ഫാൻ എനിക്ക് ഈ ഒരു ഒറ്റ സീൻ തന്നെ ധാരാളമായിരുന്നു ആ ഒരു സമയത്ത് തിയേറ്ററിൽ ഇരുന്ന സമയത്ത്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ, രോമാഞ്ചമായിരുന്നു എനിക്ക് ഈ സീൻ തിയേറ്ററിൽ. അത് പറയാതിരിക്കാൻ വയ്യ. ആർട്ടിസ്റ്റ് കിടിലോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലം ഒന്നും പറയാനില്ല. താങ്ക് യു. ഈ ഇടയ്ക്ക് ഉണ്ടല്ലോ, നമ്മുടെ ബാൻഡിലെ ചേട്ടന്മാർ ചോദിച്ചായിരുന്നു നമുക്ക് ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്താലോ. ഒത്തിരി പേരൊന്നും പറ്റത്തില്ല, നമുക്ക് ആദ്യമേ ഒരു 50 പേരെ വെച്ച് നമുക്കൊരു ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് നടത്തിയാലോ, ക്യാമ്പയിൻ. ലൈക്ക് എന്തായാലും അങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ലൈക്ക് എന്തെങ്കിലും നമ്മൾ ഓർഗനൈസേഴ്സിനെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു പെയ്ഡായിട്ടേ ചെയ്യുള്ളൂ. ഒരു വലിയ എമൗണ്ട് ഒന്നും ഇല്ലാതെ ഒരു 1,500 ഒക്കെ വെച്ച് നമുക്കൊരു 50 പേർക്ക് എവിടെയെങ്കിലും പോയി ഇവർ ചെയ്താലോ. നമ്മുടെ ജി ലൈവിൻ്റെ ചെറിയൊരു പരിപാടിയൊക്കെ വെച്ച് ജാമിങ് സെക്ഷനൊക്കെ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമായിരുന്നു. ഡോക്കി ഈ പരിപാടി ചെയ്യുന്നുണ്ട്, ഡോക്കിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി നമുക്ക് ചെയ്യാമായിരുന്നു. രജിസ്ട്രേഷൻ എല്ലാം അങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ വെല്ലം ഇട്ട് 50 പേരെ സോർട്ട് ചെയ്തിട്ട് ആദ്യം അങ്ങനത്തെ ഒരു പരിപാടി സെറ്റ് ചെയ്യാം. ഒരു ദിവസം നമുക്ക് പോവാം, ഞാനത് പറയാം. സെറ്റ് അതെ എവിടെയെങ്കിലും പോണം. Rollable laptop. Lenovo actually did it. It took its concept of a rollable laptop and it's making it into a real product you're going to be able to buy in the first quarter of 2025. Now it's going to cost about $3,500, so it ain't cheap, but this is a roll. $3,500 $3,500 എന്ന് പറയുമ്പോൾ എത്രയായി? 3,500 × 85 3 ലക്ഷം രൂപ ഈ ലാപ്ടോപ്പിന്. 3 ലക്ഷം. Rollable OLED that when you hit a button extends to this about 16.7 inches and hit that same button and it will roll down under the keyboard deck and become about a 14-inch laptop screen. അതിന്റെ അടിയിലോട്ടാ കേറി പോണ. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കണ്ടാ? And it just actually works. Now Lenovo says that it's rated for 30,000 folds, open and close, and 20,000 rolls, unroll and roll. But that's just what they're guaranteeing. It may go beyond that, and that's kind of wild, considering this was just a concept. എന്നിട്ട് ചീപ്പ് എന്ന് എടാ 3000 നമുക്കാണ് അത് വലിയ എമൗണ്ട്. അവരുടെ അടുത്ത് നോക്കുമ്പോൾ അവരുടെ അവിടെ 3,700 രൂപയുള്ളൂ. മനസ്സിലായി? അവരുടെ കറൻസിയിൽ നോക്കുമ്പോൾ 3,700 ഉള്ളൂ. അത് അവർക്ക് ചീപ്പാ. നമ്മൾ ഈ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് ഇത്രയും കൂടുതലായിട്ട് തോന്നുന്നത്. മനസ്സിലായ? നമ്മൾ ഈ കൺവേർട്ട് ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൺവേർട്ട് ചെയ്താലേ ഇതാവും. അതാണ് പ്രശ്നം. കൊള്ളാം. പക്ഷെ വേറൊരു കാര്യം ഉണ്ടാ, ഇതിൻ്റെയൊക്കെ വാറണ്ടി തീർന്നു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ മാറ്റാനൊക്കെ ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും. അതായത് ഒരു വാറണ്ടി പീരീഡ് വരെ ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല. വാറണ്ടി തീർന്ന നോട്ട് ചീപ്പ് എന്നാണെന്ന് പറഞ്ഞത്. നോട്ട് ചീപ്പ് എന്നാണോ പറഞ്ഞത്? ഓക്കെ, കേട്ടില്ല. ചീപ്പ് അല്ലെന്നാ പറഞ്ഞത്. ഓക്കെ. അല്ല, നമ്മൾ അല്ലാതെ നോക്കും. ഇപ്പൊ ദുബായിലൊക്കെ പോകുന്നവർക്ക് അറിയാം, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ബിരിയാണിക്ക് നോക്കുമ്പോൾ എത്രയായി? 25 ദിറംസ്. മന്തിക്കൊക്കെ എനിക്ക് തോന്നുന്നു 30 ദിറംസ് ഒക്കെയാ. 30 ദിറംസ് 40 ദിറംസ് ഒക്കെയാ. അപ്പൊ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 800 രൂപ 900 രൂപയാണ്. മനസ്സിലായ? അതുപോലെയുള്ള എവിടെയാണെങ്കിലും ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സീനാണ്. അവരുടെ ജോബിന്റെ സാലറി അത്ര ഉണ്ടെന്ന്. അതാണ് ശരി. അതാണ് പറഞ്ഞത്. സിനിമയിൽ അഭിനയിക്കാൻ നടന്മാരെക്കാൾ തിരക്കാണിപ്പോ ലാൻഡ് റോവർ ഡിഫൻഡറിന്. സത്യമല്ലേ? ഇപ്പൊ ഏത് പടം എടുത്താലും ഡിഫൻഡറാ. ഈ അടുത്ത് വന്ന സിനിമകളിലൂടെ നമ്മൾ അത് കണ്ടതുമാണ്. അങ്ങനെയിരിക്കെ ഡിഫൻഡറിന്റെ ഏറ്റവും പുതിയ ഹൈ പെർഫോമൻസ് മോഡലായ ഡിഫൻഡർ ഒക്ട ഇന്ത്യയിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. ഡയമണ്ടിന്റെ ഒക്ടാഹീഡ്രോൺ ഷേപ്പിനെ ആസ്പദമാക്കി അതിന്റെ ടഫ്നെസ്സും ലക്ഷറിയെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ഒക്ട എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഓഫ് റോഡ് SUV BMW പോകുന്ന വേഗതയിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് ഒക്ട
4.4 ലിറ്റർ ട്വിൻ ടർബോ V8 എഞ്ചിൻ സോഴ്സ്ഡ് ഫ്രം BMW. V8 എഞ്ചിനോ സോഴ്സ്ഡ് ഫ്രം BMW? എന്ത് സാധനമല്ലേ? 4 ലിറ്റർ ട്വിൻ ടർബോ V8 എഞ്ചിൻ സോഴ്സ്ഡ് ഫ്രം BMW. ദാറ്റ് മേക്സ് 625 ഹോഴ്സ് പവറും 750 Nm ടോർക്കും 625 bhp. 0 to 100 വെറും 4 സെക്കൻഡ് മാത്രം മതി. ഫ്രണ്ടിലെ ഗ്രില്ല് കുറച്ച് വലുതാക്കി എന്നല്ലാതെ കാര്യമായി ലുക്കിൽ ഇല്ല, പക്ഷെ പഴയ ഡിഫൻഡർ എനിക്ക് കാണാൻ കുറച്ചുകൂടെ ഉണ്ടായി. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഇതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. എനിക്ക് കുറച്ചുകൂടി കാണാൻ ഇഷ്ടപ്പെട്ടത് പഴയതാണ് ഷേപ്പ്. കാര്യമായി ലുക്കിൽ മാറ്റങ്ങൾ. പക്ഷെ ഈ ഡിഫൻഡറിന്റെ ഹെഡ്ലൈറ്റ് കണ്ട പ്രോപ്പർ ബൈ സ്റ്റോക്ക്. സാധാരണ നമ്മൾ ഓരോ വണ്ടി എടുക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൾട്ടർ ചെയ്യുമ്പോഴാണ് ഈ ഒരു കണ്ണിന്റെ ഒരു അപ്പിയറൻസ് വരുന്നത്. പക്ഷെ ഇത് കണ്ട ബൈ ഡിഫോൾട്ട് അതിന്റെ ഹെഡ്ലൈറ്റ് തന്നെ ഒരു കണ്ണ് പോലെയാണ്. 2 കണ്ണ് ഇങ്ങനെ ഇരിക്കണ പോലെയാണ് ഇരിക്കണത്. ഓ വന്ന ഒരു ഡിഫൻഡർ അങ്ങ് എടുക്കണോ എടാ? 1.8 കോടിയോ 2 കോടി എന്തോ ആണ് ഓൺ റോഡ് റേറ്റ് ഇവിടെ ഇന്ത്യയില്, കേരളത്തില്. ഒന്നുമില്ല. സ്റ്റിയറിംഗിലായി ഇന്ത്യയിലൊക്കെ നോക്കടാ, സ്ക്രീനൊക്കെ നോക്ക്. ഒക്ടാ മോഡ് ഓൺ ചെയ്യാനായുള്ള ബട്ടൺ ഉണ്ട്. ഇത് ഞെക്കുന്നതോടെ വണ്ടിയുടെ ഫുൾ ഓഫ് റോഡ് പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനും ഏതൊരു ഓഫ് റോഡിലും അനായാസം കടന്നു വരാനുള്ള പെർഫോമൻസും ലഭിക്കും. 4 കോടിയോ? ഇതിന് എത്ര? 4 കോടി ഉണ്ടോ? ഇതിന് 4 കോടി ഉണ്ടോ? ഡിഫൻഡർ ഒക്ട 3 പ്രൈസ് ഇൻ ഇന്ത്യ 2.59 കോടി. എക്സ് ഷോറൂം ആവറേജ് പ്രൈസ്. എക്സ് ഷോറൂം പ്രൈസ് കോച്ച്. എക്സ് ഷോറൂം ഇത് ഓൺ റോഡ് ഇത്ര ആയിരിക്കത്തില്ല. അപ്പൊ 3.5 അല്ലേ? ഒരു 3.5 കോടി 4 കോടി രൂപ അടുപ്പിച്ചുണ്ടാവും. 3.5 കോടി ഉണ്ടാവും. ഇന്ത്യയിലെ ടാക്സും എല്ലാം അവിടെ നോക്കുമ്പോ എങ്ങനെ പോലെ ഒരു 3 കോടി 3.5 കോടി രൂപ ഉണ്ടാവും. ഉയ്യോ 3.5 കോടി രൂപ പ്ലസ് ടാക്സ്. സത്യം വെറുതെ ഇരിക്കുമ്പോ ഉണ്ടല്ലോടാ, എന്റെ പരിപാടി എന്താണെന്നറിയോ? വെബ്സൈറ്റിൽ കേറാ, അല്ല ഇതില് കേറാ, 911 എടുക്കുക, ബിൽഡ് യുവർ പോർഷെ കൊടുക്കുക. ഇത് ബിൽഡ് യുവർ പോർഷെ കൊടുക്കുക, സെലക്ട് ചെയ്യുക. $1490. അത് എനിക്ക് കുഴപ്പമില്ല. ഒരു 1490 ഇത്രയും വിലയൊക്കെ എനിക്ക് കാർ മേടിക്കാമെങ്കിൽ $1590 എനിക്ക് കളർ മാറ്റാനാണ് പാട്. അപ്പൊ ഞാൻ റെഡ് കളർ ആക്കും. റെഡ് കളർ വീൽസ് എനിക്ക് കുറച്ചുകൂടി 2000. ഇത് ഭയങ്കര ചീപ്പാ. $2600 ഉള്ളൂ. എന്റെ രാത്രിയിലത്തെ പരിപാടി ഇതൊക്കെയാ. രാത്രിയിലത്തെ പരിപാടി എനിക്ക് ഈ വീല കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഈ വീല്. വീൽ അസൈൻ ചെയ്യാ. ഇനി എന്താ വേണ്ടേ? ഇന്റീരിയർ $3030 ഉള്ളു. സോ ചീപ്പ്. ഏകദേശം ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയർ മതി. ലെതറും സ്റ്റാൻഡേർഡ് ഇന്റീരിയർ. ലെതറും എനിക്ക് ഇത് തന്നെ മതി. ലെതർ അത് സെലക്ട് ചെയ്യണം. സ്പോർട്സ് സീറ്റ്, അഡാപ്റ്റീവ് സ്പോർട്സ് സീറ്റ്. അയ്യോ എന്തായാലും ഇല്ല, ഫുൾ ബക്കറ്റ് സീറ്റ് വെക്കണം. ഇത് ലുക്ക് അതാണ് എന്തായാലും. ഇത് റേസിംഗ് സീറ്റ്. ഇത് റേസിംഗ് സീറ്റ്. ഓ എന്റെ അമ്മോ, ഗെയിമിംഗ് ചെയർ എക്സ്റ്റീരിയർ പാക്കേജ്. ഇല്ല, തൽക്കാലം ഈ ഒരു ഓപ്പൺ ഇൻ 360 വ്യൂ. എത്ര ഡേയ്സിൽ കിട്ടും? ഇപ്പൊ ഓർഡർ ചെയ്ത ഒരാഴ്ചക്കുള്ളിൽ കിട്ടൂടാ. പക്ഷേ നമ്മളെ ഓർഡർ ചെയ്യുന്നതിന് 1 ഡേയിൽ കിട്ടണല്ലേ? അത് കുറച്ച് ഇതുണ്ടോ, ഇതിങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. കണ്ടോ, ഇരുന്ന് നമ്മള് ചുമ്മാ ഫുൾ വ്യൂ. സ്റ്റീരിയോ ചേഞ്ച് ചെയ്യണ്ടേ? കണ്ട വണ്ടി ഇങ്ങനെ ഫുൾ വ്യൂ കാണാം. വാവ്, സൂപ്പർ. ഓർഡർ ചെയ്യട്ടെ? ഓർഡർ പക്ഷെ 1 ഡേയിൽ കിട്ടണം. നമ്മൾ ഓർഡർ ചെയ്ത 1 ഡേയിൽ കിട്ടണം. എല്ലാം കൂടി ടോട്ടൽ എല്ലാം കൂടി എത്ര വരുന്നത് നോക്കട്ടെ. പ്രൈസ് ഓഫ് ദ എക്യുപ്മെന്റ് എല്ലാം കൂടെ നോക്കട്ടെ. 13,870 പ്ലസ് 16,860 പ്ലസ് 2,250 യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh ക്ലോസ് ചെയ്യാം. എത്രയായി ഇതിനിപ്പം ഇവിടുത്തെ ഇത് അവരുടെ റേറ്റാ. ഈ റേറ്റിൽ എന്തായാലും ഇവിടെ കിട്ടത്തില്ല. എക്സ് ഷോറൂം പ്രൈസ് തന്നെ 1.25 കോടി.
ഇവിടെ ഇറങ്ങുമ്പോ എങ്ങനെ എങ്ങനെ നമ്മള് ഹൈവേയിൽ പോവായിരുന്നല്ലോ. അപ്പൊ പിന്നെ നമുക്കിത് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് ഉറക്കം വരാറായിട്ടിരിക്കുമ്പോഴാണ് ഇത് ചെയ്യണത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിങ്ങനെ അടയ്ക്കും. ഇതിങ്ങനെ അടച്ചിട്ട് നേരെ പോയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും റീൽ ഉണ്ടല്ലോ അതിരുന്ന് കാണും. അപ്പൊ അതിരുന്ന് കണ്ടിട്ട് അത് വെച്ച് നോക്കുമ്പോ ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞ് നോക്കും. അന്നേരം ബിസിനസ് തുടങ്ങാൻ മുമ്പ് ബിസിനസ് തുടങ്ങാൻ ഇതിലും കൂടുതൽ പൈസ വേണമെന്ന് അറിയുമ്പോ ഇങ്ങനെ ക്ലോസ് ചെയ്യും, ക്ലോസ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ എടുത്ത് നേരെ കണ്ണു അടച്ച് കിടപ്പ്. മനസ്സിലായോ? കാര്യമില്ല, അതൊന്നും നോക്കിയിട്ടേ കാര്യമില്ല. നമുക്ക് ഒരു റിയാലിറ്റി നമ്മൾ അവിടെ എല്ലാവന്മാരുടെയും കൊണയും തീർത്തു കൊടുത്തിട്ടുണ്ട് ദ ബ്രാൻഡ്. ഒരുപക്ഷെ ഒരു 10-15 ദിവസം വരെ ഒട്ടും പ്രൊമോഷൻ ഇല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ ഒട്ടും ഹൈപ്പ് ഇല്ലാതെ സാധാരണ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒട്ടും ഇറങ്ങിച്ചെല്ലാത്തൊരു സിനിമയായിരുന്നു എമ്പുരാൻ. പക്ഷെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ അതൊന്നും എവിടെയും പറഞ്ഞു കേട്ടില്ല. കേരളത്തിലെ കൊച്ചു ടൗണുകൾ മുതൽ വലിയ സിറ്റികളിൽ വരെയുള്ള മാളുകളിൽ വരെയുള്ള 700-800 രൂപയ്ക്ക് വരെ ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിയും. പക്ഷെ മോഹൻലാലിനേക്കാളും ഒരു സൂപ്പർ സ്റ്റാർഡം അച്ചീവ് ചെയ്തിട്ടുള്ള മോളിവുഡിന്റെ ഒരു എൻ്റയർ ഹിസ്റ്ററിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. അദ്ദേഹത്തിന്റെ കണ്ടംപററീസ് ആയാലും അദ്ദേഹത്തിന്റെ മുമ്പ് ഉണ്ടായിരുന്ന ആളുകളായാലും ഒക്കെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാലും ഇത്രത്തോളം വലിയൊരു സൂപ്പർ സ്റ്റാർ മറ്റാർക്കേലും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഒരു എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഒരുപാട് ഹൈ പോയിന്റും ലോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. പക്ഷെ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിലുള്ള വരവേൽപ്പ് കിട്ടാതിരുന്നിട്ടില്ല. ഒരുപക്ഷെ ആ ഒരു സ്റ്റാർഡം തന്നെയാണ് ഈ ഒരു അല്ലെങ്കിൽ ഇത്രയും നാളും സെറ്റ് ചെയ്ത് വെച്ച വർക്കുകളുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫ് സ്ക്രീനിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു ടോപ്പിൽ എത്തി നിൽക്കുന്നത്. സത്യം അല്ലേ? സത്യം പറഞ്ഞ ഗവൺമെന്റ് ഒരു ഫ്രീ പ്രൊമോഷൻ കൊടുത്തു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം പടം നന്നായിട്ട് മര്യാദയ്ക്ക് ഒരു ആവറേജ് രീതിയിൽ നല്ലതായിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാരും വന്നിട്ട് പറഞ്ഞ് അതിൽ എന്തൊക്കെയോ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണെന്ന്. എൻ്റെയർലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആൾക്കാരുടെ പേര് ഒരു എല്ലാം കൂടി ഒരു 2 മിനിറ്റാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇത് കട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പം കളക്ഷൻ ഒന്ന് കുറഞ്ഞു വന്നപ്പോഴത്തേക്കിന് നേരെ ഇത് കട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കാണാന്ന് പറഞ്ഞ് ഒരു 10-20,000 പേരും എല്ലാം കൂടെ കൂടി വീണ്ടും ഇടിച്ചു കയറി ഡബിൾ പൈസ കൊടുത്ത് പടം കാണാൻ തുടങ്ങി. നഷ്ടം ആർക്കായിരുന്നു? ആർക്കും ഒരു നഷ്ടം ഉണ്ടായില്ല, ലാഭം മാത്രമേ ഉണ്ടായുള്ളൂ. അവര് കയറി പടം കണ്ട് കളക്ഷനും കൂടി അങ്ങനെ ആയത്. മനസ്സിലായ? അതായിരുന്നു സത്യം. ഗവൺമെന്റ് ശരിക്കും പറഞ്ഞ ആരിത് ഇതാക്കാൻ വേണ്ടി സമരം ചെയ്തോ അവർക്ക് നേരെ തിരിച്ചടിയായിരുന്നു. ഇവർക്ക് പൈസ കിട്ടേണ്ടത് അവർക്ക് കിട്ടി. പറയാതിരിക്കാൻ വയ്യ. കിട്ടിയല്ലേ? അമ്പോ ഇത് നമ്മളിവിടെ നിന്ന് ഓടിക്കാൻ പോലും പറ്റൂലടാ. കേട്ടുണ്ട് വാട്ട് വിൽ മേക്സ് യു ഹാപ്പി. എന്താ പോയത്? എന്റെ ഈ സ്പീഡിലൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു കാറ്? എനിക്കൊക്കെയാണ് ഒരു ഹലോ ഹലോ വേറൊരു കാര്യമുണ്ട്. ഈ റാലി കാർസിന്റെ ഒക്കെ സേഫ്റ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഇനി 10 തല കുത്തി വീണ് മറിഞ്ഞാലും 4 കാലിലേ വന്ന് വീഴത്തുള്ളൂ. അതിനകത്ത് ഇരിക്കുന്നവർക്ക് ഈ തുമ്മലൊന്ന് നിന്നിരുന്നെങ്കിൽ എന്റെ ദൈവമേ. അതിനകത്ത് ഇരിക്കുന്നവർക്കൊന്നും പറ്റത്തുമില്ല. പറ്റിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഒരു പരിധി വരെ സേഫാന്ന് പറയാം. ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. മനസ്സിലായി. കവാസാക്കി ഇറക്കിയ ബൈക്കിനെ വെല്ലുന്ന അഡാർ ഐറ്റം. ഇത് ഒറിജിനൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഇല്ലടാ, ഇല്ല, ഇത് കോൺസെപ്റ്റാ. ഇത് ഗെയിം എന്തോ ആണിത്. പിന്നെ ജുമാൻജി എനിക്ക് ഒടുക്കത്തെ തുമ്മല് വരുന്നത് കേട്ടാ. അണ്ണാ ഇത് കണ്ടായിരുന്നോ? കഴിഞ്ഞ 3 കൊല്ലത്തിനിടെ ഇത് 3ാമത്തെ സിറ്റിയാണ്. ഈ സിറ്റിയിലേക്ക് എനിക്ക് ഒരു കൊല്ലത്തിൽ മേലെ ഈ സാധനം ഭയങ്കര ക്രിഞ്ചല്ലേ. ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മള്ളിലേക്ക് ഇച്ചിരി കുറക്കണം.
വാസോണ ഒന്നും ഓർത്ത് പേടിക്കണ്ട. നമ്മുടെ പിള്ളേരുണ്ടല്ലോ നേർവഴി കൊണ്ടുപോകുന്ന കാര്യം ഞാനേറ്റ്. ചന്ദ്ര നീയാണ് മെയിൻ. ഈ സിറ്റിയിലുള്ള എല്ലാ പോലീസ് വണ്ടി നീ കയറി മോഷ്ടിക്കും, എന്നിട്ട് അവരായിട്ട് തല്ലുപിടിക്കും. അവസാനം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണതോ ഞാനും. ചന്ദ്രനുള്ളത് കിട്ടി. കണ്ണമ്മോൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ട്. കണ്ണപ്പി ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഉള്ള ആർക്കും ഇപ്പൊ നമ്മളോട് ഒരു പ്രശ്നമില്ല. ദൈവത്തെ ഓർത്ത് വെറുതെ അവരെ പിറകെ പോയി വെറുപ്പിച്ച് അവരെ ശത്രുക്കളാക്കരുത്. വാസോണ ഈ സിറ്റിയിൽ നമ്മൾ സ്നേഹം മാത്രമേ ഉള്ളൂ, നോ ശത്രുത. പിന്നെ ബാബു നീ ഉണ്ടല്ലോ, ബാബു നീ വേണേ വള്ളി പിടിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നീ എന്നെ ഊക്കണത് അത് ഇച്ചിരി ഒന്ന് കുറക്കണം. ഊക്ക് ഹം ലോഗ് ദേഖേംഗെ. എടാ മുതുക്കി നിൽക്കുന്നോടെ ചോദിച്ചു സമയം എത്രയെന്ന്. അപ്പൊ അവൻ പറയണ ഇന്നലത്തെ സമയമാണെന്ന്. അവൻ വള്ളി മൈൻഡല്ലേ. അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞ, എന്നാ പിന്നെ ഇത് ചോദിക്കണം. അവൻ അങ്ങനെ പറഞ്ഞ. നമുക്ക് ചോദിക്കാം. ഒരു വള്ളിയും പിടിച്ച് വന്ന് അതിൽ തൂങ്ങി എല്ലാരും പോവുകയും ചെയ്തു. വാ സുത്തികുമാരെല്ലാരും നേരാക്കി ഒറ്റ മാർഗം ഇല്ല. ജോക്ക് കളിക്കാൻ സമയം. അല്ലടാ അവൻ ചെയ്യാറുണ്ട്. ഇതെന്താ? മിസ്റ്റർ യാനിസ് ഡൊണേറ്റഡ് ഹെയർ ഫോർ ക്യാൻസർ പേഷ്യൻസ്. കൊള്ളാടാ അണ്ണാ, എന്നെ ഓർമ്മയുണ്ടോ? അയ്യോ എടാ നീയായിരുന്നു അത്. എടാ ഇവനെ ഓർമ്മയുണ്ടോ? എടാ ഇവൻ ടിവിയിൽ കേറണമെന്ന് വന്ന് പറഞ്ഞ ഒരു പയ്യനാണ് ഇവൻ ഒരു ബാക്ക് സ്റ്റോറി കൊണ്ട് വന്ന് ആ ബാക്ക് സ്റ്റോറി കേട്ടിട്ട് എനിക്ക് സങ്കടമായി. എന്താ ഇല്ല ഒന്നുമില്ല, ചുമ്മാ ഒരു സ്റ്റോറി പറയാ നമ്മള് കേൾക്കണ്ടേ? ഇല്ല അത് വേണ്ട. ടിവിയെ കേറണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പയ്യനാണ് ഇവൻ. இது எனக்கு ஒரு செகண்ட் எப்படி தெரியுமா தோணுச்சு, வினீத் வந்துட்டு எக்ஸ்ட்ரா ஹேர் வச்சிருக்க மாதிரி இருந்துச்சு. വിനീത് മുടി വളർത്തിയതാണ്. എന്റെ ആളിയാ സത്യല്ലേ? വിനീതിന്റെ ഒരു കട്ടുണ്ടല്ലേ? സത്യല്ലേ? വിനീതിന്റെ ഒരു കട്ടുണ്ടല്ലേ? ഇത് വിനീത് തന്നെ. കാറെന്നെങ്കിൽ കൺഫേം. കാറെന്നും കളിയാ കൺഫേം. ടൈം ഗെയിമർ. എടാ ഇവൻ ലൈവ് ഒക്കെ ഇടുന്നതാ ടൈം ഗെയിമർ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? മറ്റേ തൊപ്പിയുടെ ഒക്കെ പോലത്തെയാണ് ഇവൻ ലൈവ് ഒക്കെ ഇടുന്നത്. ഞാൻ കാണിച്ചു തരാം. ടൈം ഗെയിമർ. ഇവൻ ഇപ്പൊ ചാനലൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. ഇവന്റെ ചാനൽ ആരോണ്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു ചാനലേ ഇല്ല. നിന്റെ അച്ഛൻ കൊറേ നേരം ആയിക്കോട്ടെ പൂട്ടച്ചി. അങ്ങനെ ഒരു ചാനലേ ഇപ്പൊ ഇല്ല. നോക്കാം. കാര്യം മനസ്സിലായല്ലോ? രാധേന്നോ? അവള് നിങ്ങളോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായും അവളുടെ രണ്ടാമത്തെ ചിക്കനോട് ചാറ്റ് ചെയ്യുകയായിരിക്കും. അതല്ല അവള് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട്. കൃഷ്ണനാണോ ഈ ഉപദേശം തരുന്നേ? ശരിയാണ്, പുള്ളിക്കാരന് കൊറേ റിലേഷൻഷിപ്പ് ഉള്ള ആളാണ്, എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. ശരിക്കും ഉറങ്ങാൻ പോയെങ്കിൽ അവളുടെ രണ്ടാമത്തെ ചിക്ക് നിങ്ങളാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മളും ഇതേ സംഭവം തന്നെ ചെയ്യണം. അവളെ മെയിൻ ചിക്കായി വെച്ച് ഒരുപാട് സൈഡ് ചിക്കനെ നിങ്ങൾ സമ്പാദിച്ചെടുക്കണം. എന്നിട്ട് എല്ലാവരെയും കല്യാണം കഴിക്കണം അവളെ ഒഴിച്ച്. എന്നിട്ട് മെയിൻ ചിക്കായ അവളുടെ പേര് എന്നെ പോലെ പാടി നടക്കൂ. രാധേ രാധേ. പുരാണം വെച്ച് നോക്കിയാൽ അത് കറക്റ്റ് ആണ്. പക്ഷെ ഇതൊന്നും കേട്ട് മെയിൻ ചിക്ക് സൈഡ് ചിക്ക് എന്നൊക്കെ പറഞ്ഞിരുന്ന സൈഡ് ചിക്ക് പൊക്കുമ്പോ മെയിൻ ചിക്കും പോവും, എല്ലാ ചിക്കും പോയി സിംഗിൾ ആയിട്ട് ഇവിടെ നിന്ന് ലൈവ് കാണേണ്ടവരും. അതിലും ഭേദം ഒരെണ്ണത്തിനെ. ഞാൻ പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാം. ഒരെണ്ണത്തിനെ മാനേജ് ചെയ്യുന്ന തന്നെ വലിയ പാടാണ്. പിന്നെ 2-3 അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും നിങ്ങളെ. അതിലും ഭേദം ഇന്ന് ഇതൊക്കെ പുരാണം, കൃഷ്ണന്റെ ഒക്കെ കാലം എന്ന് പറഞ്ഞാൽ അന്ന് പുരാണം അത് ഇതൊക്കെയാണ്, വിശ്വാസം മാത്രമുള്ള ഒരു കാര്യമാണ്. വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാം, നിങ്ങളടുത്ത് പറയാം. ഇന്ന് ഒരാൾക്ക് ഒരു പെണ്ണിനെ പോലും കിട്ടാത്ത കാലമാണ്. അപ്പൊ ഈ മെയിൻ ചിക്ക് സൈഡ് ചിക്ക് എന്നൊക്കെ പറഞ്ഞു പോയാൽ മൂഞ്ചി തെറ്റും. മനസ്സിലായ? ഉള്ള ഒരെണ്ണത്തിനെ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ നോക്കുക. എന്നാ നോക്കാതെ പോവല്ലേ? നോക്കിയടാ, ഇനി പോയല്ലോ. ഓക്കെ, മറ്റേ ഹരികൃഷ്ണനാണെന്നാ തോന്നുന്നു എനിക്ക്. അർജുനാണോ?
കണ്ട, ഞാൻ പറഞ്ഞില്ലേ അവനാണ് ഇങ്ങനത്തെ സാമാനങ്ങളൊക്കെ പടച്ചു വിടുന്നത്. ഇവന് വേറെന്തോ അസുഖമാണ്. ഇവ വീടിന്റെ പുറത്തു പോലും ഇറങ്ങാതെ രാവിലെ തൊട്ട് പ്രിന്റ് ചെയ്യാൻ തുടങ്ങും. ഒരു 7:45 അലാറം വെച്ച് എണ്ണീറ്റിട്ട് തിന്നു പോലും ഇല്ല, പെൻസിലും പേപ്പറും എടുത്ത് പ്രിന്റിങ് രാവിലെ തൊട്ട് താഴെ വരെ. എന്താണോ അവന്റെ കണ്ണിൽ കാണുന്ന അതേപോലെ അച്ചടിച്ചു വെക്കും. ഇങ്ങനെ ഒരുത്തനെ ഞാൻ എന്ത് പറയാനാണ്? അത് കണ്ടാ നിങ്ങൾ ആദ്യം കാണിച്ച റെഫറൻസ്? കണ്ട റീല് കാണുമ്പോ ഇങ്ങനെ എല്ലാം സേവ് ചെയ്ത് വെക്കും, എന്നിട്ട് ഇരുന്ന് വര തുടങ്ങും രാവിലെ ആവുമ്പോ. റെഫറൻസിനേക്കാളും ഭംഗിയുണ്ടാവും വരച്ചത്, പറയാതിരിക്കാൻ വയ്യ. ഹരീഷ്ണ, നിനക്ക് എന്തോ പ്രശ്നമുണ്ടേ? ആ ഇത് ഡിസ്പ്ലേ ആണോ ഇത്? ഇപ്പൊ ബസ്സിനൊക്കെ അങ്ങനെ ഡിസ്പ്ലേ. ഞാൻ ആദ്യം കണ്ടപ്പോ ഇത് കണ്ടപ്പോ വിചാരിച്ച ലൈറ്റ്, ആ നെയിം ബോർഡിന്റെ മണ്ടയ്ക്ക് ലൈറ്റ് ഇരിക്കുവാ. കണ്ട ഇങ്ങനെ കണ്ട അങ്ങനെയല്ല പറയത്തുള്ളൂ. അവരാധപ്രവി ഇവിടെ ഉണ്ട്. എന്റെ അമ്മ, ജോക്കി ഞാനൊരു കാര്യം പറയട്ടെ ജോക്കി. എനിക്ക് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോയതുപോലെ ബസ്സിനകത്ത് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സ്മോക്കൊക്കെ ഇതാക്കി ട്രിപ്പ് പോവാൻ കൊതിയാവും ജോക്കി. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോ ജോക്കി, എവിടെയെങ്കിലും കൊണ്ടുപോ ജോക്കി. ബസ് അങ്ങ് വാങ്ങിച്ചുകൂടാ? ஏற்கனவே அந்த பஸ் எடுக்க போறேன்னு சொன்னீங்க, அது என்ன ஆயி? ഓ കോച്ച് എല്ലാം അഡ്വാൻസ് എല്ലാം കൊടുത്ത് ഇപ്പൊ ചേസ് ഇറങ്ങി പ്രകാശിൽ കൊടുത്തേക്കുന്നു ബോഡി പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു 6 മാസമാണ് അവർ സമയം പറഞ്ഞു. 6 മാസം കഴിയുമ്പോഴത്തേനും വരും. 6 months. ഓ ജോക്കി ഞാൻ ഓൾറെഡി മേടിച്ചു ജോക്കി. ഇനി പ്രകാശിൽ കൊടുത്തേക്കും. ഒരു 6 മാസമാണ് ഒരു ടൈം പറഞ്ഞേക്കണേ. ഉടനെ ഇറങ്ങും. I have a beautiful smile. No, my smile is beautiful. Nah, mine is best. The best video. ഇന്നത്തെ ബെസ്റ്റ് വീഡിയോ ഇതാണ് ഇന്നത്തെ ബെസ്റ്റ് വീഡിയോ ജോക്കി. വീഡിയോ ഓഫ് ദ ഡേ. ഇവരൊക്കെ സിനിമ നടിമാരാണോ? ഇന്നലെ രാത്രി അടുത്തത് സിഡ്നി സ്വീഡൻ. ബ്രോ നീ ഇന്നലെ രാത്രി കണ്ടപ്പോ എനിക്ക് തോന്നി സിഡ്നി സ്വീഡൻ അറിയാത്ത നീയൊക്കെ സിനിമ നടിമാരാണോ ജോക്കി? പിന്നെ ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് സിനിമ ഒന്നും കാണാറില്ല. എനിക്ക് ഇന്ത്യൻ ഫിലിംസാ ഇഷ്ടം. നമ്മുടെ മലയാളം, തമിഴ്, ഹിന്ദി. പിന്നല്ല കിടന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്യട്ടെ. അല്ലെ ഇവര് അസൂയുള്ളവര് ചിലപ്പോ ഇതാക്കി കളഞ്ഞോളെ. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നേ? ഇവിടെ ഉണ്ട്. കിടപ്പുണ്ടായിരിക്കും ഓൾറെഡി. എന്താണ് ഇന്ന് മൊത്തം ഇങ്ങനത്തെ സ്ഥാനമാണോ അത് വരുന്നത്? ഇതെന്താ? അത് കണ്ട ഞാൻ ഒരിക്കലും ഇങ്ങനൊരു ട്രാൻസിഷൻ പ്രതീക്ഷയില്ല കേട്ടാ. ഫോട്ടോയാണ് അൺനോൺ ആർട്ടിസ്റ്റ് രഞ്ജിത്ത് വരയ്ക്കാൻ തുടങ്ങണം. ജോക്കി വരയ്ക്കും അടിപൊളിയായിട്ട്. ജോക്കി കിടിലായിട്ട്. എന്റെ അമ്മ ജോക്കി അടിപൊളിയായിട്ട് വരയ്ക്കൂടാ. ജോക്കി എപ്പോഴാ വരാൻ നിർത്തിയെന്നറിയോ നിനക്ക്? എപ്പോ? ജോക്കിയുടെ അടുത്ത് മറ്റേ ബയോളജിയുടെ ഇതിനകത്ത് ഹേർട്ട് വരച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അണ്ടി വരച്ചോണ്ട് ചെന്ന്, എന്നിട്ട് ആ അണ്ടി ഒരെണ്ണം മറ്റേ 3D പ്രിന്റർ ആക്കിയിട്ട് നിനക്ക് വെച്ചു തന്നു. അത് റെഗുലർ എടുത്തോണ്ട് പോവുകയും ചെയ്തു. ഇപ്പൊ അണ്ടി ഇല്ലാത്തവനാണ് നീ.
എനിക്കുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അയ്യോ ഫാത്മീസ് ബ്രോ താങ്ക് യു സോ മച്ച് 50 മെമ്പർഷിപ്പ്. ഗൈസ് ഞാൻ തമാശ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് വരയ്ക്കും അടിപൊളിയായിട്ട് ജോക്കി. ജോക്കിയുടെ മറ്റേ പേഴ്സണൽ അക്കൗണ്ടിന്റെ പേരെന്തായിരുന്നു ജോക്കി? ഇപ്പൊ ജോക്കിയുടെ പേഴ്സണൽ അക്കൗണ്ടിന്റെ പേരെന്തായിരുന്നു? വ്ളോഗർ സാവി. അതൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അല്ല, പടമൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന്. പടമൊക്കെ ഡിലീറ്റ് ചെയ്തോ? അത് കുറച്ച് കിടപ്പുള്ളടാ. ഞാൻ ഇതൊക്കെ പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് എങ്ങനെയാണ് എല്ലാം അപ്ലോഡ് വ്ളോഗർ സാവി കേറി നോക്ക്, കിഡിലാണ്. ഗൈസ് 9.5k വാച്ചിങ്, 7.2k ലൈക്ക് അടിച്ചിട്ടുള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കാത്തവർക്ക് വേഗം ലൈക്ക് അടിക്കണേ. ബ്രോ യു നോ ഹൗ ടു യൂസ് AI. Why don't you create Ghibli style images? Meanwhile, what I create? സൂപ്പർ. നീ ഒരു വട്ടം എമ്പരാൻ കണ്ടതല്ലേ, പിന്നെ എന്തിനാ കാണണ? വീണ്ടും ടിക്കറ്റ് എടുക്കണേന്ന്. ഈ ഒരു ഒറ്റ സീൻ മതി വില്ലംബ്രോ. ഈ പൈസ വസൂലായിരുന്നു. ഈ സീൻ പൈസ വസൂലായിരുന്നു. പടം എന്റെ അമ്മ. പൃഥ്വിരാജ് പറഞ്ഞില്ലായിരുന്നു ഓൾറെഡി മോഹൻലാൽ മുണ്ടെടുത്ത് വരുന്ന സീക്വൻസുകളൊന്നും ഉണ്ടാകത്തില്ല, അതല്ല വാട്ട് വി ആർ മേക്കിംഗ് എന്ന് പറഞ്ഞ പുള്ളി ഒരു വീഡിയോ പറഞ്ഞായിരുന്നു. പക്ഷെ ഈ ഒരു ഒറ്റ സീൻ ഉണ്ടല്ലോ, ഞാനിപ്പോ തുടക്കം പറഞ്ഞതേ ഉള്ളൂ. മറ്റേ ലേസർ വരുന്നത് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ച മറ്റേ സാഗർ ജാക്കിലുണ്ടല്ലോ ആ സാധനം. സാഗർ ജാക്കിലല്ലേ ആ ലേസർ വരുന്നതാണുള്ള. പക്ഷെ ഈ ഒരു ഒറ്റ സീൻ ഇത് മതി. പിന്നല്ല കാണുമ്പോ ഗൈസ് ബാലന്റെ വീഡിയോ ഞാൻ കാണാന്ന് പറഞ്ഞല്ലേ ഗൈസ്. ഞാൻ കുറച്ച് ഡിസ്കോ ട്രോൾസ് ഒന്ന് നോക്കിക്കോട്ടെ. ഇങ്ങനെ സ്പാം ചെയ്യല്ലേ പ്ലീസ്. ഞാൻ കണ്ടോളാം പ്ലീസ്. കണ്ടിട്ടേ പോവുള്ളൂ, ഞാൻ അതും കണ്ടിട്ടേ പോത്തുള്ളൂ പ്ലീസ്. ദയവ് ചെയ്ത് ഞാൻ കുറച്ച് നേരം നോക്കിക്കോട്ടെ. പറയടാ. സ്റ്റാലിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കാണാം. ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഇതിനകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു സ്കൈ. ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്. അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി. മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy the country. But there will be a day every Indian will realize that India has only one religion. That is patriotism. എന്ത് ഡയലോഗ് ഇതിനകത്ത് മോഹൻലാല് മറ്റേ ഷൂ നക്കുന്ന സീനൊക്കെ ഒറിജിനൽ ആണെന്നാ പറയണേ. യഥാർത്ഥത്തിൽ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഗൈസ് ബസൂക്ക് കണ്ടോ എല്ലാരും? ഞാൻ കണ്ടില്ല. ബസൂക്കെ പറ്റി എന്താണ് റിവ്യൂ നിങ്ങളുടെയൊക്കെ? ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയാട്ടോ. ഞാൻ ഇപ്പോഴേ പറയാം. ഇല്ല, ഒന്നും കണ്ടില്ല ചേട്ടാ. ഇന്ന് ഇറങ്ങി ഒന്നും കണ്ടില്ല. എനിക്ക് പനിയായിരുന്നു. ഞാനിപ്പോ എണ്ണീറ്റതേ ഉള്ളൂ. ഞാൻ ആശുപത്രിയിലായിരുന്നു. എനിക്ക് പനിയായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഗൈസ്, നിങ്ങൾ ഈ റിവ്യൂ എന്ന് പറയുന്ന സാധനം താഴെ ആര് പറയണ എന്താണേലും അത് കണ്ടിട്ട് നിങ്ങൾ അത് കണ്ടിട്ട് പോയി ഇതാക്കരുത്, കാണാൻ നിൽക്കരുത്. ബേസിക്കലി അത് ഞാനിപ്പോ എക്സാമ്പിൾ പറയാം. ഒരു ഫുഡ് ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് ഭയങ്കര ഡിഫറൻറ്റാ. ഒരാൾ പറയണ കൊള്ളത്തില്ലെന്ന്, പക്ഷെ നമ്മൾ പോയത് തിന്നു നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അതുപോലെ തന്നെ ഉള്ളൂ. ടേസ്റ്റ് ആണല്ല. നമ്മുടെ ഓരോ ടേസ്റ്റ്, നമ്മുടെ ഓരോ മറ്റേ ഈ പറയണത് പോലെ നമുക്കായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളുണ്ടല്ലോ. ആ സാധനം വേറൊരാൾക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരെ പോയി കാണുക. അണ്ണ ഒരു ഡിവൈസ് സ്പോൺസർ ചെയ്യുക ഫോർ സ്ട്രീമിംഗ് സ്റ്റക്ക് ഗെയിമിംഗ്. മോനെ ഒരു കുഞ്ഞുവാവ ജനിച്ച് അവന് സ്നഗ്ഗി സ്പോൺസർ ചെയ്തോണ്ടിരിക്കുകയാണ് ഞാനിപ്പോ ഡെയിലി. ഇതിന്റെ ഇടയ്ക്ക് നിന്നെയും കൂടെ പോറ്റാൻ എനിക്ക് ഇപ്പൊ ഗതിയില്ല, സത്യം പറയാം. ഞാൻ ലൈവ് വന്നിട്ട് തന്നെ കുറെ നാളായി. ഞാനൊരു 4-5 ദിവസമായിട്ടാണ് ലൈവ് വരുന്നത്. ആദ്യം ഞാൻ അവനെ സ്നഗ്ഗി ഇല്ലാത്ത രീതിയിൽ ഒന്ന് വളർത്തി വലുതാക്കിക്കോട്ടെ, അതിനുശേഷം ബാക്കി. മനസ്സിലായോ? കുറെ ഡ്രോയിങ്സ് വരുന്നുണ്ട്. ഈ ഡ്രോയിങ്സ് മാത്രമായിട്ട് ഞാൻ നോക്കുന്നില്ല, എല്ലാം കൂടെ ഡ്രോയിങ്സ് മാത്രമായിട്ട്. ക്യാമറയാ
This camera. So that you don't need all of these. Yes, this is the light camera, and this is a proper camera with a ton of cool features. First of all, you get focal length of 28mm, 70mm, and even 150mm right on this. And when you click a picture, 5 cameras capture the picture at the same time, allowing you to change the focus later using their app. You can even quality illa. see the lens switching in real time, and when you zoom in, the required lens just activates by itself and gives you the best optical zoom possible without you attaching a different bulky lens or using digital zoom. By the way, this is a camera and not a phone, so you get raw, unprocessed, sharp images like this, unlike iPhone pictures. You can even shoot videos using these cameras, and they turn out really good. There's a built-in 256GB storage which you can connect to your PC to transfer. You also get laser autofocus and sensors to warn you if your fingers are blocking the lenses. This is a great small camera with big superpowers. So share this with a photographer. അവനോട് ചോദിച്ചോ, അതൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇത് നാപ്റ്റോളല്ലേ, സത്യം വലിയ ക്വാളിറ്റി ഫീൽ ചെയ്തില്ലടാ. DSLR എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടല്ലോടാ. ഇത് DSLR-നെ ഒന്നും ഒരിക്കലും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അണ്ണാ, നിങ്ങളുടെ ലൈവിൽ നിന്ന് ഈ അക്കൗണ്ട് കണ്ടത് ഫിറ്റ്നസ് അണ്ണൻ പറഞ്ഞില്ലേ, ഞാൻ ഫോളോ ചെയ്ത് വീഡിയോസ് ഒക്കെ കണ്ടു. എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ട്. എൻ്റെ വെയിറ്റ് 8 to 10 kg കുറഞ്ഞു. പിന്നെ മോട്ടിവേഷൻ നൈസാണ് അണ്ണാ. ശ്രീരാജ് ഒഫീഷ്യൽ. നമ്മുടെ മെമ്പേഴ്സിന് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. 110 കിലോ ഉണ്ടായിരുന്നു, എനിക്ക് 91 കിലോ എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാൻ ഒരു 5 മിനിറ്റ് മതി. നമ്മുടെ ആദ്യം എടുത്തിരിക്കുന്നത് ഓക്കേടാ, എന്താണ് ഫ്രീ അഡ്വൈസ് ഫോർ ലൈഫ്. ഒന്നാമത്തെ കാര്യം, ആരുടെയും ഒരു സെക്കൻഡ് ചോയ്സ് ആവാൻ നിൽക്കാതിരിക്കുക. രണ്ടാമത്തെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും മറ്റുള്ളവരും മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കും. ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ജീവിതത്തിൽ അവരുടെ ക്ഷമ ചോദിക്കാനോ നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചെന്ന് വരുന്നു. എനിക്ക് മനസ്സിലായില്ല. തമ്മിലുള്ള ദൂരമുണ്ട്. പുള്ളി വെയിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് വലിയ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിരിക്കും വന്നു കേട്ടാ. ഓക്കെ, അയക്കിട്ട് എല്ലാം അപ്ലോഡ് ചെയ്തവൻ. അവൻ അപ്പോഴത്തേക്കിനും അവന്റെ റീൽസിൽ ഉണ്ടായിരുന്ന എല്ലാം അപ്ലോഡ് ചെയ്ത് തന്നവൻ. എന്റെ വീഡിയോ ഞാൻ തന്നെ എന്തിനാടാ റിയാക്ട് ചെയ്യുന്നത്? ഇത് എന്റെ ലൈവില് നടന്നതല്ലേടാ അണ്ണാ. ഇതൊന്ന് കാണണേ, ഇവന്റെ കൈ നോക്കണേ. എടാ, അവൻ കയ്യില് മറ്റേ ഡ്രം ആപ്പില് ഡ്രം അടിക്കും. അവൻ ഡ്രം ആപ്പ് ഉണ്ട് ഈ ഫോണിൽ, ഡ്രം ചെയ്യാൻ പറ്റുന്ന ആപ്പ് ഉണ്ട്, അത് വെച്ച് അടിക്കും അവൻ. എന്റെ പൊന്നോ, ഒന്നും അല്ല ജോക്കി. അവൻ ഏന്ന് പറഞ്ഞതാ ജോക്കി, ഏന്നല്ല. ആ ഡ്രോപ്പ് ഉണ്ടോ? എനിക്ക് ഉറപ്പാ ഇവൻ ഒരു 5 ഫിംഗറോ 6 ഫിംഗറോ എന്തോ കളിക്കണ പബ്ജി പ്ലെയറും കൂടെ അവൻ ഉറപ്പായിരിക്കും. ആൻഡ് ഇവൻ ഒരു ഗെയിമർ ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അവന്റെ വിരലിന്റെ സ്പീഡ് കണ്ടാ അറിയാം. ഉറപ്പാണ്, വിരലിന്റെ സ്പീഡ് കണ്ട അവന്റെ വേറെപ്പെടും. അന്ന് മറ്റേ നിന്റെ അച്ഛനെ പട്ടി അടിക്ക് ഓടിച്ചില്ലായിരുന്നു, അപ്പൊ പുള്ളി ഓടിയ km/h. സൂപ്പർ സൂപ്പർ. Okay. We actually have a message for the entire world. Give anime a chance. I know some people might think anime are just cartoons or മിക്കവാറും ഈ ഗെയിം ഉണ്ടല്ലോ നമ്മളിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത്, ദ ഫസ്റ്റ് ബെർസെർക്കർ, അത് കണ്ടു കഴിയുമ്പോൾ ഞാനൊരു ആനിമി ഫാനായി മാറാൻ പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. Just for kids, but it's so much more than that. Anime teaches such valuable life lessons, like Vinland Saga, to have no enemies, Mob Psycho, to trust in yourself and the others around you, and One Piece, to always follow your dreams. These animes and life lessons are the reasons why we're even on the stage today accepting this award. കുറച്ച് പുറകിലോട്ട് പോകാനാണോ?
ഈ പുള്ളിക്ക് എന്തിനാണോ PC വായിച്ചു കൊടുത്തായിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരത്തില്ലായിരുന്നല്ലോ. Just for kids, but it's so much more than that. Anime teaches such valuable life lessons, like Vinland Saga, to have no enemies, Mob Psycho, to trust in yourself and the others around you, and ആർക്കറിയാം ജോക്കി, ഞാൻ ഉടനെ ഒരു ആനിമി ഫാൻ ആവും ഉറപ്പായിട്ട്.